നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന്? AD 571 റബീഉൽ അവ്വൽ 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഏത്? മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച വർഷം ഏത്? ഹിജ്റ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? ഖുറൈശി ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 4 പേർ. അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബ്. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? യൗമുൽ ഫുർഖാൻ. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ബനു സഅദ് ഗോത്രം. ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ആര്? ഹുബാബ് ബിനു മുൻദിർ റളിയല്ലാഹു അൻഹു. ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ പിതാമഹൻ്റെ പേരെന്ത്? അബ്ദുൽ മുത്തലിബ്. ഇസ്മായിൽ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകളാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഫാത്തിമ, മാക്സൂളി ഗോത്രക്കാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത്? ഹിറാ ഗുഹയിൽ വെച്ച്. ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നൂർ പർവ്വതത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര? 25 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാര്? അസ്മ ബിൻത് അബൂബക്കർ. സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? വഹബ് ബിൻ സുഹൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത്? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത്? റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 7 മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ്? സൗർ ഗുഹ. ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത്? ത്വല അൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത്? പിതാവ് നബിയെ ഗർഭം ചുമന്ന് 2 മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ 6-ാം വയസ്സിലും ആണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ? 40-ാം വയസ്സിൽ. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? 53 വയസ്സ്. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യൻ്റെ പേരെന്ത്? അബൂലഹബ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? സുമയ്യ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ്? 10ാമത്തെ വർഷത്തെ. പ്രവാചകത്വത്തിൻ്റെ 10ാം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത്? നബിയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും താങ്ങായിരുന്ന അബൂ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത്. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫതഹ് 29-ാം ആയത്ത്.